നമസ്കാരം. ആയത്തുല്ല അലി ഖമേനിയുടെ വധത്തെ തുടർന്ന് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മൊജ്തബ ഹുസൈനി ഖമേനിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അന്തരിച്ച ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് 56-കാരനായ മൊജ്തബ. ആയത്തുല്ല അലി ഖമേനിയുടെ വധത്തെ തുടർന്ന് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി മൊജ്തബ ഹുസൈനി ഖമേനിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അന്തരിച്ച ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് 56-കാരനായ മൊജ്തബ. ഇറാനിലെ 88-അംഗ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സമ്മർദ്ദമാണ് മൊജ്തബയെ തെരഞ്ഞെടുക്കാൻ കാരണമായതെന്ന് റിപ്പോർട്ടുകളുണ്ട്. ദീർഘകാലമായി ഇറാന്റെ രാഷ്ട്രീയ സൈനിക തലങ്ങളിലെ കരുത്തുറ്റ സാന്നിധ്യമായിരുന്നു മൊജ്തബ ഹുസൈനി. പിതാവ് ആയത്തുല്ല അലി ഖമേനിയുടെ ഓഫീസിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നതും മൊജ്തബയായിരുന്നു. ഇറാൻ സൈന്യമായ IRGCയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മൊജ്തബ രാജ്യത്തെ സുരക്ഷാ സൈനിക നീക്കങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. 1969 സെപ്റ്റംബർ 8 മഷാദിലാണ് മൊജ്തബയുടെ ജനനം. അന്തരിച്ച അലി ഖമേനിക്ക് മൊജ്തബ അടക്കം 5 മക്കളാണുള്ളത്. അന്നത്തെ ഷാ ഭരണകൂടത്തെ എതിർത്തിരുന്ന പ്രമുഖ പുരോഹിതനായിരുന്നു പിതാവ് ആയത്തുല്ല അലി ഖമേനി. ടെഹ്റാനിലേക്ക് മാറിയ ശേഷം പേരുകേട്ട അലവി ഹൈസ്കൂളിൽ മൊജ്തബ ചേർന്നു. തുടർന്ന് ക്യോമിൽ യഥാസ്ഥിതിക പുരോഹിതരുടെ കീഴിൽ മതപഠനം തുടർന്നു. എന്നിരുന്നാലും മൊജ്തബ ഹുസൈനി ആയത്തുള്ള റാങ്ക് നേടിയിട്ടില്ല. കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യത്തിന് അധിപനാണ് മൊജ്തബയെന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളും 138 ദശലക്ഷം ഡോളറുകളിലധികം വിലമതിക്കുന്ന ഒരു ബ്രിട്ടീഷ് ആഡംബര പ്രോപ്പർട്ടിയും ഉൾപ്പെടുന്നുവെന്നാണ് വിവരം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആസ്തി ഇപ്പോഴും അജ്ഞാതമാണ്. 1979 ഇസ്ലാമിക വിപ്ലവം ഖമേനിയുടെ കുടുംബത്തിന്റെ ഗതി മാറ്റുകയും അധികാരത്തിന്റെ ഉന്നത സ്ഥാനത്ത് അവരോധിക്കപ്പെടുകയുമായിരുന്നു. ഇറാൻ ഇറാഖ് യുദ്ധകാലത്തെ മൊജ്തബ സൈന്യത്തിലെ ഹബീബ് ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. പിതാവ് ആയത്തുല്ല അലി ഖമേനിയേക്കാൾ കടുത്ത നിലപാടുകാരനാണ് മൊജ്തബ. ഇറാൻ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയതിനു പിന്നിൽ മൊജ്തബയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. 2019 US ട്രഷറി വകുപ്പ് മൊജ്തബയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. മതരാഷ്ട്രമായ ഇറാനിൽ പ്രസിഡന്റിന് മുകളിലാണ് പരമോന്നത നേതാവിന്റെ സ്ഥാനം. രാജ്യത്തിന്റെ പൊതുനയങ്ങൾ പരമോന്നത നേതാവാണ് തീരുമാനിക്കുന്നത്. ആഭ്യന്തര വിദേശ നയങ്ങളിൽ അന്തിമ വാക്കും അദ്ദേഹത്തിൻ്റെതാണ്. രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ സുരക്ഷാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക കമാൻഡർ ഇൻ ചീഫായ പരമോന്നത നേതാവാണ്. ഔദ്യോഗികമായി ഒരു സർക്കാർ പദവിയും വഹിച്ചിട്ടില്ലെങ്കിലും പരമോന്നത നേതാവിന്റെ ഓഫീസായ ബൈത്തി റഹ്ബാരി കേന്ദ്രീകരിച്ച് ഇറാന്റെ ആഭ്യന്തര വിദേശ നയങ്ങളിൽ മൊജ്തബ നിർണായക സ്വാധീനം ചെലുത്തി. പിതാവ് ആയത്തുല്ല അലി ഖമേനിക്കും സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും ഇടയിലെ ശക്തമായ കണ്ണിയായി അദ്ദേഹം പ്രവർത്തിച്ചു. ഇറാന്റെ തെരുവുകളിൽ വിപ്ലവത്തിന്റെ കാവൽക്കാരായി അറിയപ്പെടുന്ന ബാസിജ് മിലിഷ്യയെ നിയന്ത്രിക്കുന്നതിലും ആധുനികവൽക്കരിക്കുന്നതിലും മൊജ്തബ ഖമേനി വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കീഴിലുള്ള ഈ സിവിലിയൻ സന്നദ്ധ സേനയെ കേവലം ഒരു പ്രതിരോധ നിര എന്നതിലുപരി ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഏതൊരു ആഭ്യന്തര നീക്കത്തെയും അടിച്ചമർത്താൻ പ്രാപ്തിയുള്ള ഒരു സജ്ജമായ സൈന്യമായി അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തു. 2009 വിവാദപരമായ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഗ്രീൻ മൂവ്മെന്റ് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ ബാസിജ് സേനയെ മുന്നിൽ നിന്ന് നയിച്ചത് മൊജ്തബയുടെ നേതൃത്വത്തിലുള്ള നിർദ്ദേശങ്ങളായിരുന്നുവെന്ന് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ വിലയിരുത്തുന്നു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന ബാസിജ് അംഗങ്ങൾക്കിടയിൽ മൊജ്തബയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത പൗരന്മാരുടെ നിത്യജീവിതത്തിലും മതപരമായ നിയമങ്ങൾ നടപ്പാക്കുന്നതിലും അദ്ദേഹത്തിനുള്ള സ്വാധീനം വ്യക്തമാക്കുന്നുണ്ട്. മൊജ്തബ അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് എത്തുമ്പോൾ ബാസിജ് സേനയ്ക്ക് കൂടുതൽ സാമ്പത്തികവും സൈനികവുമായ സ്വയംഭരണാധികാരം ലഭിക്കുമെന്നാണ് സൂചനകൾ. സൈബർ യുദ്ധമുറകളിലും ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളിലും ബാസിജ് അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിൽ അദ്ദേഹം പ്രത്യേക താൽപര്യം കാണിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ബാസിജ് ഓഫീസുകൾ വഴി ജനകീയ അടിത്തറ ഉറപ്പാക്കാനും അതേസമയം തന്നെ വിപ്ലവ വിരുദ്ധർക്കെതിരെ അതിശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്താനും അദ്ദേഹത്തിന് സാധിക്കുന്നു. മതസദാചാര പോലീസിംഗിലും മറ്റും ഈ സേനയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ നയങ്ങളിൽ മൊജ്തബയുടെ ഹാർഡ്ലൈൻ നിലപാടുകൾ കൂടുതൽ പ്രതിഫലിക്കും. തന്റെ പിതാവിനെ പോലെ തന്നെ ആഭ്യന്തര സമാധാനത്തിന് സൈനിക ശക്തിയും പ്രത്യയശാസ്ത്രപരമായ അച്ചടക്കവും അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന മൊജ്തബയുടെ കീഴിൽ ബാസിജ് ഒരു അനിഷേധ്യമായ അധികാര കേന്ദ്രമായി മാറും. മൊജ്തബ ഖമേനി കേവലം ഒരു ആഭ്യന്തര സുരക്ഷാ വിദഗ്ധൻ മാത്രമല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെയും ആഗോളതലത്തിലെയും സങ്കീർണമായ നയതന്ത്ര നീക്കങ്ങളെ
പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന മികച്ച തന്ത്രജ്ഞൻ കൂടിയാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഇറാൻ സൗദി അറേബ്യ ശത്രുത അവസാനിപ്പിക്കുന്നതിനും ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും പിന്നിൽ മുജ്തബയുടെ സൈലന്റ് ഡിപ്ലോമസി വലിയ പങ്കുവഹിച്ചു. ചൈനയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്ക് ഇറാനിയൻ സുരക്ഷാ കൗൺസിലിന്റെ പച്ചക്കൊടി ഉറപ്പാക്കുന്നതിൽ അദ്ദേഹം നിർണായകമായിരുന്നു. ഇത് മേഖലയിൽ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കുന്നതിനും ഇറാന്റെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സഹായകരമായി. അതിലുപരിയായി റഷ്യയുമായുള്ള ഇറാന്റെ സൈനിക സഹകരണം ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നതിൽ മുജ്തബയുടെ ഇടപെടലുകൾ ദൃശ്യമാണ്. യുക്രൈൻ യുദ്ധ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ഷഹേദ് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധ സാങ്കേതിക വിദ്യകൾ കൈമാറുന്നതിനുള്ള കരാറുകൾക്ക് പിന്നിൽ മുജ്തബയുടെയും IRGC നേതൃത്വത്തിന്റെയും വ്യക്തമായ താൽപര്യങ്ങളുണ്ട്. ഈ പ്രതിരോധ പങ്കാളിത്തം ഇറാന് റഷ്യയിൽ നിന്ന് നൂതനമായ യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ലഭ്യമാക്കുന്നതിലേക്ക് നയിച്ചു. പടിഞ്ഞാറൻ ഉപരോധങ്ങളെ മറികടക്കാൻ കിഴക്കൻ ശക്തികളുമായി റഷ്യ ചൈന ഒരു സഖ്യം രൂപീകരിക്കുന്ന ലുക്ക് ടു ദി ഈസ്റ്റ് നയത്തിന്റെ പ്രധാന വക്താവാണ് അദ്ദേഹം. ഇസ്രായേലിന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും നീക്കങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധ നിരയെ ആഗോളതലത്തിൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ മുജ്തബ തന്റെ നയതന്ത്ര പാഠവും തെളിയിച്ചു കഴിഞ്ഞു. ഒരു പുതിയ ലോകക്രമത്തിൽ ഇറാന്റെ സ്ഥാനമുറപ്പിക്കാൻ കെൽപ്പുള്ള ഒരു ആഗോള നേതാവായി അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്.